ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് മുന്നായിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എലീസാഗ്രാം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്ന ഒരു വീഡിയോ പറ്റിയാണ്. ആ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരത്തി എന്തായിരുന്നു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർച്ച് 15-ാം തീയതി ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളത്തോട്ട് വഞ്ചിനാട് എക്സ്പ്രസിനകത്ത് സഞ്ചരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തേക്ക് ഉണ്ടായ ഒരു ദുരനുഭവം അത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. 10 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു. ഈ പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് വന്നു. മറ്റേ ശീതലസം എന്ന് പറയുന്ന ചാനലിലെ ചേച്ചിയൊക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ഇതിന് അഗനിസ്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരത്തി ചെയ്തേക്കുന്നത്. ഈ പെണ്ണിന്റെ ഭാഗത്തുള്ള തെറ്റെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ആ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ആ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മൊത്തം അത് തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഇതിനകത്ത് ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതെന്റെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു പ്രീ ജഡ്ജ്മെന്റിലോട്ട് പോകാതെ ഇതിന്റെ രണ്ട് വശങ്ങളും സംസാരിച്ചുകൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇദ്ദേഹം പല സ്ത്രീകളുടെ അടുത്തായിട്ട് ഈ രീതിയിൽ പല ചേഷ്ടകളും കാണിച്ചിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ നാക്ക് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് കാണിക്കുന്നത്. അതാണ് ഭയങ്കര റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ അത് നമ്മൾ എടുത്ത് സൂം ചെയ്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും അതിനകത്തൊരു ചെറിയ സംശയത്തിന്റെ ആനുകൂല്യം കിടപ്പുണ്ട്. പുള്ളി ഇത് തന്നെയാണോ ഉദ്ദേശിച്ചത്, അതോ ഇനി വേറെ എന്തെങ്കിലും രീതിയിലാണോ? ആ ഒരു കൺസേണും ഞാൻ എന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം ഞാനൊരു കാര്യം പറയുന്നുണ്ട്. ഇവൻ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ ഇവൻ പല സ്ത്രീകളുടെ അടുത്ത് ഇതേ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ വീഡിയോസ് പുറത്ത് വരികയാണെങ്കിൽ നമുക്ക് 100% ഉറപ്പിക്കാം യവൻ കാട്ടുഞരമ്പനാണെന്ന്. എന്നാൽ ഇപ്പോ ഒന്നല്ല 2 വീഡിയോ ആണ് ഈ എലീസാഗ്രാം എന്ന് പറയുന്ന അക്കൗണ്ടിൽ പുള്ളിക്കാരത്തി ഇട്ടേക്കുന്നത്. സെയിം വ്യക്തി സെയിം ട്രെയിനിൽ 2 സ്ത്രീകളുടെ അടുത്ത് ഇതേ തരത്തിലുള്ള ചേഷ്ടകൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഞാൻ കാണിക്കാം. ഒന്ന് താണ്ട് ഇതാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഇവൻ നേരത്തെ ഉള്ള വീഡിയോക്കകത്ത് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഈ ഒരു വീഡിയോക്കകത്തും ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ മറച്ചു പിടിക്കും, മനസ്സിലായി? ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് ഈ കൈയുടെ മറവ് വെച്ചിട്ടാണ് മറ്റേ നാക്ക് കൊണ്ടുള്ള പരിപാടി കാണിക്കുന്നത്. ഇതിനകത്തും കൃത്യമായിട്ട് നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ നാക്ക് കൊണ്ടുള്ള പരിപാടിയാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇവന്റെ ഒരു മോഡസ് ഓപ്പറാണ്ടിയാണിത്. പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇവൻ ഈ കൈ മറച്ചു പിടിപ്പിച്ചിട്ടുള്ള നാക്ക് കൊണ്ടുള്ള മറ്റേ ചേഷ്ട പരിപാടി, ഇത് കൃത്യമായിട്ടുള്ള ഹരാസ്മെന്റ് തന്നെയാണ്. സീരിയസ്ലി ഹരാസ്മെന്റ് തന്നെയാണ്. അപ്പം ആദ്യത്തെ വീഡിയോക്കകത്ത് നമുക്കിപ്പോൾ ആ ഒരു സംശയം അങ്ങ് മാറി കിട്ടി. നിങ്ങൾ അവന്റെ മോന്തയ്ക്കോട്ട് നോക്കിക്കോ, നാക്ക് ഇട്ടിട്ടുള്ള ഒരു പരിപാടി കാണാൻ പറ്റും. പിടിച്ചങ്ങോട്ട് വെച്ചിട്ട് കൊടുക്കണം 2 എണ്ണം അങ്ങോട്ടോ. അവന്റെ ചെവള നോക്കി കൊടുക്കണം. ഇമ്മാതിരി പോക്കരത്തിൽ ഇനി മേലാ കാണിക്കരുത്. ഇനി നമുക്ക് ഉറപ്പിക്കാം യവന്റെ ഒരു സംശയവും ഇല്ല. ഇവൻ ADHD ഇല്ല, ഒരു കോപ്പും ഇല്ല. യവന് ഞരമ്പിന്റെ അസുഖമാണ്, ഞരമ്പിന്റെ അസുഖം. കള്ള പറയുന്നില്ലൊന്നും. ഇതൊരു വീഡിയോ. ഇനി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. ഇതിന്റെ അടിയിൽ പുള്ളിക്കാരത്തി കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് വീഡിയോ വാസ് സെൻഡ് ടു ബി ബൈ അനദർ ഗേൾ ഹു ഫേസസ് സിമിലർ സിറ്റുവേഷൻ ഫ്രം ദ സെയിം മാൻ. വേറൊരു കുട്ടി പുള്ളിക്കാരത്തിക്ക് അയച്ചു കൊടുത്തതാണ്. ആൻഡ് ഇതിന്റെ അടി വേറെ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് കണ്ടന്റ് ഈസ് കോപ്പിറൈറ്റഡ്, ബിലോങ് ടു മീ, ഡു നോട്ട് റീപോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ നോക്കണില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തതാണ്. അന്നേരം ഇതിന്റെ സത്യാവസ്ഥ എന്റെ ഓഡിയൻസിലോട്ട് അറിയിക്കേണ്ട ആവശ്യകത എനിക്കുണ്ട്. നിങ്ങൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നെ തന്നു, വാട്ട് എവർ. ഈ ഒരു സാധനം യവൻ കഴപ്പൻ തന്നെയാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. ഇനി നെക്സ്റ്റ് വീഡിയോ, ഇതും സെയിം പേഴ്സൺ, സെയിം പരിപാടി. ഇതിവൻ താടി കൈ കൊടുക്കുന്നതൊന്നുമല്ല, ഇത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നോക്കുന്ന വ്യക്തികൾ മാത്രം യവന്റെ നാക്കുകൊണ്ടുള്ള പരിപാടി കണ്ടാൽ മതി. കൊടുക്കണം അങ്ങോട്ട്, ആ മൊമെന്റിൽ കൊടുക്കണം. ഇത് 3ാമത്തെ വീഡിയോ. ആലോചിച്ച് നോക്ക്, 1 അല്ല 2 അല്ല 3 വീഡിയോ ആയിപ്പോ 3 സ്ത്രീകളുടെ അടുത്ത് ഈ രീതിയിൽ. ഇതിപ്പം വീഡിയോ എടുത്തത് 3 എണ്ണം മാത്രമേ ഉള്ളൂ. വീഡിയോ എടുക്കാതെ എത്ര ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ടു കഴിഞ്ഞാൽ മാന്യൻ, കയ്യിലിരിപ്പ് ഇതാണ്. ഈ 3 വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ഈ ട്രെയിനിനകത്ത് അധികം ആളുകൾ ഇല്ലാത്ത സമയത്താണ് ഈ പരിപാടി നടത്തുന്നത്. ഈ അടുത്തിരിക്കുന്ന ഒരുത്തന്റെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ ഇരുന്ന് ഉറങ്ങുവാണ്. അവൻ അറിയുന്നില്ല എന്താണ് ചുറ്റും നടക്കുന്നതെന്ന്. ഇവൻ ഈ സ്ത്രീകളുടെ ഓപ്പോസിറ്റ് വന്നിരുന്നിട്ട് ഈ രീതിയിലുള്ള പരിപാടി കാണിക്കണം. ഇനിയും വരും ഇവനെതിരെയുള്ള വീഡിയോ, ഇനിയും വരും. ഇവന്റെ പേര് വത്സൻ എന്നാണെന്ന് തോന്നുന്നു. സീരിയസ്ലി ഈ നാക്കിട്ടാണ് ഈ വത്സൻ പരിപാടി കാണിച്ചിട്ട് നിനക്ക് എന്താണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്ത് വായുവിനെ വത്സൻ ഉണ്ടാക്കുന്നോ? ഇവന്റെ മൂക്കിന്റെ സൈഡിൽ കൂടെ വല്ല ഈച്ച പോയി കഴിഞ്ഞാൽ അതിനെ വരെ നക്കി ഇവൻ പീഡിപ്പിച്ചു വിട്ട് കളയും. അമ്മാതിരി ഒരുത്തൻ. ആദ്യം ഇവനെതിരെ ആ വീഡിയോ വന്ന സമയത്ത് നമുക്കൊരു പേടിയുണ്ട്. സീരിയസ്ലി ഇതിന് വേറെ എന്തെങ്കിലും ആണോ, ഇനി വേറൊരു വെർഷൻ ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്താണ് ഞാൻ തന്നെ ആ ഒരു വീഡിയോ ചെയ്തത്. കാര്യം പേടിയാണ്, നമ്മളടക്കം കുറ്റക്കാരാവും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരു സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഇനി നന്നാവില്ല. ഇവന്മാർ ഇനി ശിക്ഷ കിട്ടിയാലും ഈ വീഡിയോസ് ഒക്കെ പുറത്ത് വന്നാലും ഇവന്റെ ഫേസ് ആളുകൾ മനസ്സിലാക്കിയാൽ പോലും ഇവന്മാർ നന്നാവില്ല. ഇതിപ്പോ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പോണില്ല. ഇപ്പൊ വരാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് മാനസിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഈ പരിപാടി ചെയ്യുന്നതെന്നായിരിക്കും ഈ കേസ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ എക്സ്പ്ലനേഷൻ. വേണം വല്ല സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണല്ലോ.
ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ട്രെയിനിൽ കടന്ന് കാട്ടിക്കൂട്ടിയിട്ട് മാനസിക പ്രശ്നം ഉണ്ടെന്ന് അങ്ങ് വരുത്തി തീർത്താൽ മതിയല്ലോ. ഇതേ സെയിം ഇൻസിഡന്റ് ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അതും ട്രെയിനിനകത്ത് കൃത്യം 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും അവന്റെ സാധനം എടുത്ത് തടവിക്കൊണ്ട് ട്രെയിനകത്ത് പെണ്ണുങ്ങളെ മുമ്പ് വെച്ചിട്ട് 2 വീഡിയോ പുറത്തിറങ്ങി. ആദ്യത്തെ വീഡിയോയിൽ ആ പെങ്കൊച്ച് കേസുമായിട്ട് മുന്നോട്ട് പോയി, പക്ഷെ എങ്ങും എത്തിയില്ല. ജസ്റ്റ് ചെറിയൊരു ഫൈൻ അടച്ചിട്ട് വെറുതെ വിട്ടു കളഞ്ഞു. ഇതിപ്പോ കേസായിട്ട് മുന്നോട്ട് പോയാലും ഇതൊക്കെ തന്നെ, പ്രത്യേകിച്ച് സംഭവിക്കാൻ പോണില്ല. ഇവൻ പാമ്പിന് വല്ലതും ഉണ്ടായതാണ് പെണ്ണുങ്ങളെ കാണുമ്പോൾ നാക്കിട്ടിട്ട് ഈ പരിപാടി കാണിക്കാൻ വേണ്ടിയിട്ട്. പാമ്പ് പോലും ഇങ്ങനെ നാക്കിട്ട് നിൽക്കത്തില്ലല്ലോടാ, മോണെ അടിച്ച് പൊളിക്കണം. യവനെ വെറുതെ വിട്ടാ പോരാ. സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നിയമത്തിന് ഇവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. കൈ കിട്ടി കഴിഞ്ഞാൽ ഇവന്റെ നക്കല് പരിപാടി അങ്ങ് നിർത്തി കൊടുക്കണം, എനിക്കത് പറയാനുള്ളൂ. അവന്റെ പാമ്പ് കളി ഉണ്ടല്ലോ, പാമ്പ് കളി ഉറപ്പാണ്, എഴുതി വെച്ചോ. ഇത് കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവന് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇവനെ വെറുതെ വിടും, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ നിയമത്തിന് ഇവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവനല്ലാതെ ട്രെയിനിൽ വെച്ചെങ്ങാനും കിട്ടുവാണെങ്കിൽ സീരിയസ്ലി പൊട്ടിക്കുക, ആ സ്പോട്ടിൽ പൊട്ടിക്കുക, എനിക്കത് പറയാനുള്ളൂ. ഞാൻ ഈ അക്രമത്തിലേക്ക് എതിരെയാണ്, പക്ഷെ ഇങ്ങനെയുള്ളവന്മാരെ ഇതേ ചെയ്യാൻ പറ്റൂ, നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എവനൊന്നും നന്നാവാനും പോണില്ല. എന്റെ കഴിഞ്ഞ വീഡിയോ അടിയിലും ഇവനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ഇവനെ എഗനിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാര്യത്തിൽ ആ ഒരു സംശയം ഇപ്പം മാറി. യവൻ 100% ഞരമ്പൻ തന്നെയാണ്. ഇനി ഒരാൾ പോലും ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ ആ ശീതൽസൻ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു ചേച്ചി പറഞ്ഞൊക്കെ മാറ്റി പറഞ്ഞു, കയ്യിൽ നിന്ന് സാധനം പോയിട്ടുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. കൈ വേറെ വീഡിയോ. അപ്പോൾ ശരി.